ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇന്നുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അതിലെ ചില ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് KD പ്രതാപന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താണ് സത്യാവസ്ഥ? ജാമ്യം കിട്ടിയത് പോസിറ്റീവാണോ, എല്ലാം പോസിറ്റീവായെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബഡ്സ് കേസ് ഒഴിഞ്ഞതാണോ, ഇനി ഇത് PMLA കോടതിയുടെ ജാമ്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ചോദ്യങ്ങളാണ് ഹൈറിച്ച് സോളികളുടെ ഗ്രൂപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പോൾ പ്രതാപൻ സാർ പുറത്തിറങ്ങിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ED ജൂലൈ 5 രാത്രി 8:30 പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ജൂലൈ 5 ശേഷം ഓഗസ്റ്റ് 28 മനസ്സിലാക്കണം, ഓഗസ്റ്റ് 28 ചേർപ്പ് പോലീസും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. 4 കേസുകളിലാണ് പ്രത്യേകം ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു കേസിൽ 1070/2023 എന്ന കേസിൽ ഇദ്ദേഹത്തെ എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് ഇവിടെ ഈ കോടതിയിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ 4 ദിവസം ചേർപ്പിലെ സെല്ലിൽ പാർപ്പിക്കുകയും ചെയ്തു എന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഓഗസ്റ്റ് 28 ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 28 നവംബർ 92 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 92 ദിവസം പിന്നിട്ടിരിക്കുന്നു. 92 ദിവസത്തിന് ശേഷം ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും 90 ദിവസത്തിനിടയ്ക്ക് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് ഈ അടുത്ത കാലത്താണ് നിയമത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. 90 ദിവസത്തിനിടയ്ക്ക് കുറ്റപത്രം സമർപ്പിക്കുകയോ കുറ്റം തെളിയിക്കുകയോ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്തു വിടണം എന്നാണ്. ഒരാളെയും അനാവശ്യമായിട്ട് കരുതലിൽ പാർപ്പിക്കരുത്. ജാമ്യം അല്ല, അറസ്റ്റിൽ ഇടുന്നത്, ജാമ്യം നിഷേധിക്കുന്നത് ഒരു ശിക്ഷയല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 92 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ഇത്. യാതൊരു വിധത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബഡ്സിനെയോ PMLAയോ ബാധിക്കുന്ന ഒന്നല്ല. കുറ്റപത്രം സമർപ്പിക്കാൻ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം വെറും 2 മാസത്തോളം ആയിട്ടേ ഉള്ളൂ. ഇനിയും 3-4 മാസത്തിന് ശേഷം മാത്രമേ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുകയുള്ളൂ. കുറ്റപത്രം സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ജാമ്യവും, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ജാമ്യവും റദ്ദ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻസും കോടതിയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. യാതൊരു വിധത്തിലും സന്തോഷിക്കാനുള്ള വകയില്ലാത്ത ഒരു ജാമ്യമാണ്. നമുക്കറിയാം, പ്രതാപൻ ഇപ്പോഴും എറണാകുളം ജില്ലാ ജയിലിൽ സർക്കാരിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ കഴിയുകയാണ്. ബൈ.